കനത്ത മഴയിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 3 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വെള്ളം കയറി തുടർന്ന് 3 സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി നഗരസഭ, മേലൂർ, പരിയാരം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 73 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. നഗരസഭയിലെ കൂടപ്പുഴ കുട്ടാടം പാടശേഖരത്തിൽ നിന്നുള്ള 11 വീട്ടുകാരെ NSS ഹാളിലേക്കും പരിയാരം മംഗലം കോളനിയിലെ 13 കുടുംബങ്ങളെ സെന്റ് ജോർജ് സ്കൂളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. മേലൂർ ഡിവൈൻ നഗർ കോളനിയിലെ 49 വീട്ടുകാരെ മാറ്റിയിട്ടുണ്ട്. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി കൊടുങ്ങല്ലൂർ റൂട്ടിലെ വെള്ളാഞ്ചിറ റോഡിലും വെള്ളം കയറി. തച്ചുടപ്പറമ്പ് റോഡും വെള്ളം കയറി ഗതാഗതം നിലച്ചു. വ്യാഴാഴ്ച പുലർച്ചെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ എമർജൻസി ഷട്ടർ തുറന്നതോടെയാണ് ചാലക്കുടി പുഴയിലെ ജലവിധാന മുന്നറിയിപ്പ് അളവിന്റെ 7.10 മീറ്റർ കടന്നത്. പദ്ധതി പ്രദേശത്ത് കനത്ത മഴയുമുണ്ടായി. എന്നാൽ പുലർച്ചെ മുതൽ ഡാമിൽ വെള്ളം താഴ്ന്നു തുടങ്ങി. ഇതോടൊപ്പം ചാലക്കുടി പുഴയിലെ ജലവിധാനവും കുറഞ്ഞു. നിലവിൽ ഗുരുതരമായ അവസ്ഥയില്ല. മംഗലം കോളനിയിലെ വീട്ടുകാരെ ബുധനാഴ്ച രാത്രി തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയെന്ന് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് പറഞ്ഞു. മംഗലം കോളനിയിലും HDP കോളനിയിലും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇന്നലെ ക്യാമ്പ് തുറന്നു. നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് ക്യാമ്പിലേക്ക് ജനങ്ങളെ പുനരധിവസിപ്പിച്ചത്. ഇതേ മാർഗമുള്ളൂ. വെള്ളം കയറുമ്പോൾ ഇതേ മാർഗമുള്ളൂ. അധികാരികൾ കണ്ടു തുറക്കണം എന്നാണ് പറയാനുള്ളത്. ചാലക്കുടി നഗരസഭയിലെ ദുരിത പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം നടന്നു. TCV ന്യൂസ്, ചാലക്കുടി.